പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 18-ാം ഞായർ. നമുക്കറിയാം, ആണ്ടുവട്ടത്തിലെ ആഴ്ചകൾ ക്രിസ്തു ശിഷ്യരായി വളരുവാനുള്ള, അതിൽ ശ്രദ്ധിക്കുവാനുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഇന്നത്തെ വായനകൾ നമ്മളോട് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത്, നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ ഒതുങ്ങിപ്പോകരുത്, കുടുങ്ങിപ്പോകരുത്. ഈ ലോകത്തിലോ ഈ ലോക കാര്യങ്ങളിലോ ക്രിസ്തുവിനോടൊത്ത് നമ്മൾ മരിച്ചവരും ഉത്ഥിതരായവരുമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിനോടൊത്ത് ഉത്ഥിതരായ നാം, പ്രിയപ്പെട്ടവരെ, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച്, സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയാം. പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യത്തിലാണ്, സമ്പത്തിൻ്റെ വിനിയോഗ കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് ഇന്നത്തെ വായനകൾ നമ്മളോട് പറയുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ സഭാപ്രസംഗൻ പറയാണ്, എല്ലാം മിഥ്യ. ഈ ലോകത്തുള്ള എല്ലാ കാര്യവും അത് കടന്നു പോകുന്നതാണ്. ഒരു കാറ്റ് പോലെയാണ് അതെന്നാണ് പറയുക. അത് വരും പോകും. അതിലല്ല നമ്മുടെ ജീവിതം പടുത്തുയർത്തേണ്ടത്. അതിൽ നമ്മൾ കുടുങ്ങിപ്പോവുകയും ചെയ്യരുത്. നേരെ മറിച്ച് നിത്യനായ ദൈവത്തിലും നിത്യമായ സ്വർഗത്തിലും അല്ലെ ദൈവരാജ്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്ന പോലെ ഈ ലോകത്തിൽ സമ്പന്നനാകുക എന്നതിനേക്കാളും സ്വർഗത്തിൽ സമ്പന്നരാകാൻ ശ്രദ്ധിക്കുക. അതാണ്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ലഭിക്കുന്ന സന്ദേശം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നമ്മൾ സമ്പന്നരാകാനായിട്ട് ശ്രദ്ധിക്കുന്നവരാണ്. പലപ്പോഴും മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് അവർക്കുള്ളതുപോലെ എനിക്കും ഉണ്ടാകണം എന്ന രീതിയിൽ ചിന്തിച്ച് മറ്റുള്ളവരോട് ചിലപ്പോൾ അസൂയപ്പെട്ട് സ്വാർത്ഥരായി, അഹങ്കാരികളായി, പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കാറുണ്ട്. അങ്ങനെയല്ല നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത്. ഒരു മനുഷ്യൻ വന്ന കർത്താവിനോട്, എൻ്റെ സഹോദരനോട് എനിക്കുള്ള സ്വത്തിലെ പങ്ക് തരാനായിട്ട് ആവശ്യപ്പെടുക എന്ന് കർത്താവ് പറയുമ്പോൾ, കർത്താവ് പറയുന്നത് എന്താ? കർത്താവ് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മറുപടി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നിങ്ങളുടെ ഇടയിൽ ആരാ എന്നെ ഒരു ജഡ്ജിയായി നിയമിച്ചതെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത് എല്ലാവർക്കുമുള്ള സന്ദേശമാണ്. പലപ്പോഴും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം സമ്പത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ അതിലൂടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധവും പരസ്പരമുള്ള ബന്ധവും തകരാറിലാകുകയാണ്. പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ ശരിയാകാത്തതിന് കാരണം അവിടെ സ്നേഹം വരുന്നില്ല എന്നുള്ളതാണ്, പങ്കുവയ്ക്കലില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം തരുന്നത് എന്നൊരു ബോധമില്ലാതെ പോകുമ്പോൾ, എല്ലാം എനിക്ക് വേണം, അവർക്കുള്ളതുപോലും എനിക്ക് വേണം എന്നുള്ള ചിന്തയിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാം വാരിക്കൂട്ടുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ സമ്പത്തില്ലാതെ പോവുകയാണ്. നമ്മൾ വാങ്ങുമ്പോൾ എന്നതിനേക്കാളും ശേഖരിക്കുമ്പോൾ വാരിക്കൂട്ടുക എന്നതിനേക്കാളും കൊടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം സംഭരിക്കുന്നവരായി മാറുക. അപ്പോൾ ഇന്നത്തെ കർത്താവ് പറയുന്ന ആ ഉപമയിൽ ആ മനുഷ്യൻ്റെ അവസ്ഥയൊന്ന് നോക്കിക്കേ. അവന് ആവശ്യമുള്ളതിൽ കൂടുതലായിട്ടുള്ള ധനം കിട്ടിയപ്പോൾ, അല്ലെ ധാന്യം കിട്ടിയപ്പോൾ, അവൻ എന്താ ചിന്തിക്കുന്നത്? അവൻ ചിന്തിക്കേണ്ടിയിരുന്നത്, ഇത് എനിക്ക് ആർക്കൊക്കെ കൊടുക്കണം, ആർക്കെല്ലാം കൊടുക്കാനാവും, പങ്കുവയ്ക്കാനാവും എന്ന് ചിന്തിക്കുന്നതിന് പകരം അവൻ ചിന്തിച്ചത്, എനിക്കിതെല്ലാം എനിക്ക് വേണ്ടി മാത്രമായിട്ട് എങ്ങനെ വാരിക്കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ എൻ്റെ അറപ്പുരയൊക്കെ പൊളിച്ച് പുതിയത് പണിത് ഇതെല്ലാം എനിക്ക് വേണ്ടി ശേഖരിക്കും എന്ന് പറയുകയാണ്. എന്നാൽ, പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ന് നീ ഇതെല്ലാം വിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ വിളിക്കപ്പെടുകയാണെങ്കിൽ ഇതെല്ലാം ആരുടേതാകും? ഇന്നത്തെ ഒന്നാമത്തെ വായനയിലും, പ്രിയപ്പെട്ടവരെ, എല്ലാം മിഥ്യ എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. അതായത്, ഞാൻ ഒത്തിരി കഠിനമായി അധ്വാനിച്ചു, എല്ലാം വാരിക്കൂട്ടി, എന്നിട്ട് എന്ത് പറ്റുന്നു? ഒട്ടും അധ്വാനിച്ചിട്ടില്ലാത്തവർക്ക് അത് വിട്ടുകൊടുത്തിട്ട് ഞാൻ പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ലോകത്തിലും ഈ ലോക കാര്യങ്ങളിലും കുടുങ്ങിപ്പോകണ്ട. നമ്മളൊക്കെ ഒരു വിധത്തിൽ ഭൂമിയിൽ നിന്ന്, പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ടതാണ് എങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ കരവേലയുടെ ഫലമായിട്ടാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞപ്പോഴാണ്, ദൈവത്തിൻ്റെ ശ്വാസം ഉൾക്കൊണ്ടപ്പോഴാണ് നമ്മൾ ജീവിക്കുന്ന മനുഷ്യരായി മാറിയത്.
അതുകൊണ്ട് തന്നെ നമ്മൾ ഭൗമിക കാര്യങ്ങൾ എന്നതിനേക്കാളും ദൈവികമായ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഇന്നത്തെ വായന ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കുള്ളതെല്ലാം പ്രിയപ്പെട്ടവരെ എങ്ങനെ എനിക്ക് സ്നേഹിക്കാനാവും, എനിക്ക് ഉള്ളതുകൊണ്ട്, എനിക്ക് നൽകപ്പെട്ടതുകൊണ്ട് എനിക്കെങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താനാവും, എനിക്ക് എങ്ങനെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമേകി ജീവിക്കാനാവും എന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുവാൻ ഇന്നത്തെ വായന നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. നമ്മൾ സ്വാർത്ഥരാകേണ്ട, നമ്മൾ അഹങ്കാരികളാകേണ്ട, നമ്മൾ അസൂയപ്പെടേണ്ട. പിന്നെയോ എല്ലാവർക്കും എല്ലാം ഉണ്ടാകണം എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്നൊരു ബോധത്തോടെ ദൈവത്തിൻ്റെ ചിന്താഗതി, ഈശോയുടെ ചിന്താഗതി ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വർഗത്തിൻ്റെ പൗരരായി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി, ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഈശോയുടെ ശിഷ്യൻ ഈശോയെപ്പോലെ ചിന്തിക്കണം, ഈശോയെപ്പോലെ പെരുമാറണം, ഈശോയെപ്പോലെ പ്രവർത്തിക്കണം, ഈശോയെപ്പോലെ സംസാരിക്കണം, ഈശോയെപ്പോലെ ബന്ധപ്പെടണം. പിടിച്ചു വാങ്ങുക എന്നതിനേക്കാളും, പിടിച്ചു പറിക്കുക എന്നതിനേക്കാളും, വാങ്ങിക്കൂട്ടുക വാരിക്കൂട്ടുക എന്നതിനേക്കാളും എനിക്ക് എന്തെല്ലാം കൊടുക്കാനാവും, എനിക്ക് ദൈവം സൗജന്യമായി തന്നതല്ലേ, ദൈവം ദാനമായി തന്നതല്ലേ, എനിക്കെങ്ങനെ ദാനമായി ഏകാൻ പറ്റും എന്ന രീതിയിൽ ചിന്തിച്ച് ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് ആവശ്യമുള്ളത് തരണമേ എന്ന്. ദൈവം പലപ്പോഴും അത് അവർക്ക് കൊടുക്കത്തില്ല, അത് ചിലപ്പോൾ നമ്മുടെ കയ്യിലായിരിക്കും ഏൽപ്പിക്കുക അവർക്ക് കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയും ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കുവാൻ പ്രിയപ്പെട്ടവരെ തയ്യാറാകുമ്പോൾ നമ്മൾ ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായിട്ട് വളരും. നമുക്ക് ഭൗമിക കാര്യങ്ങളിൽ ഒതുങ്ങിപ്പോകാതെ സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് ദൈവത്തിൻ്റെ പാതയിലൂടെ, ദൈവം ഈശോ കാണിച്ചു തന്ന പാതയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിക്കുവാൻ തയ്യാറാകാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ.